ഇത് എവിടെ പോയി കിടക്കാണ്? കോപ്പ് വിളിച്ചിട്ട് എടുക്കുന്നില്ല. സമയം ഒരുപാടായി. എന്താ ചെയ്യ? ഇവരോട് ഇത് എത്ര തവണ പറഞ്ഞാണ് വരാനായിട്ട്? ഒരുത്താണെങ്കിൽ ഒടുക്കത്തെ ബിസി. എടാ സോറി ഞാനേ ഉറങ്ങിപ്പോയി. ഇന്നലെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. ഓട്ടോ ഒന്ന് വിളിക്കണം, ഞാൻ വരാം, പെട്ടെന്ന് വരാം. ഞാനേ അതിനിട്ടാ നോക്കട്ടെ കേട്ടാ, വെയിറ്റ് ചെയ്യും. അറ്റ പോണ ഞാൻ എത്ര നേരമായി വിളിക്കുന്നേ? ആ ഫുൾ ടൈം ബിസി. അപ്പൊ ഏത് ചേട്ടത്തോടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്? എടാ അവനിപ്പോഴും കുറയിക്കൊണ്ടിരിക്കുകയാണ്. നീ വെച്ചോ, ഞാൻ എത്തിക്കോളാം. ഒന്ന് വന്ന് തൊലക്കി. ചേട്ടാ സോറി. ചുമ്മാ. അപ്പൊ ഇത്രയും നാളായിട്ട് ഇതൊന്നും അറിയില്ല എന്നാണോ? ഇല്ലെന്നേ, സത്യമായിട്ട് എനിക്കറിയില്ല. ചേച്ചി പറഞ്ഞു. ഇവിടെ കിടന്ന് അലമ്പാക്കണ്ട, എനിക്ക് ബാത്റൂമിൽ പോടാൻ നാറി. ചേട്ടാ ഒരു ചായ. കടുപ്പത്തിലായിരുന്നല്ലോ തെറി. അപ്പൊ ചായയും കടുപ്പത്തിൽ തന്നെ എടുക്കട്ടെ. എത്ര നേരം ഫോൺ വിളിച്ചിട്ട് അറിവെടുത്തത്? എങ്ങനെ തെറി വിളിക്കായിരിക്കും? ഹലോ അല്ലടാ, ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ അവനോട് പറയട്ടെ. ആ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ചാർലേ എന്താണ് ഇത്? ബാത്റൂമിൽ സമാധാനം തരൂലേ? എടാ ഞാനേ നമ്മുടെ റോയിനെ വിളിച്ചോണ്ട് വരാം. തിരക്കിലായിരുന്നടാ. എന്തേലും ചെയ്യും. ഞാൻ ഇറങ്ങിയടാ. അടങ്ങട, ഞാൻ വരികയാണ്. ആ ചേട്ടാ ഇതാ പൈസ. ശരി, സോറി. ഇങ്ങനെ നോക്കണം. തീർത്തു. എന്താടാ ഈ രാത്രിയിൽ ഇവിടെ കിടന്ന് വരികണ? സാറേ ഞാൻ ഫ്ലാറ്റിൽ പോവാൻ. എവിടുന്ന് വരുന്നടാ? റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. ഈ പൊതുവഴിയിൽ സിഗരറ്റ് വിളിക്കാൻ പാടില്ല നിനക്കറിയില്ലേ? അത് പിന്നെ രാത്രിയല്ലേ സാറേ, ആരുമില്ലല്ലോ. ആഹാ, നീ ആൾ കൊള്ളാലോടാ. രാത്രിയിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ? അതല്ല സാർ. നിന്റെ ID കാർഡ് എന്തേ? തരാലോ. എവിടെയാ നീ വർക്ക് ചെയ്യുന്നേ? ടെക്നോ പാർക്കിലാ. നീ ഇവിടെ ആരൊക്കെ അതൊക്കെയാണ്? ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് വീട്ടിൽ പോവാൻ നോക്ക്. ഇവിടെ ഇരുന്ന് പെരുങ്ങണ്ട. ആ കേട്ടല്ലോ. ഇല്ല. ആ ശരി, പെട്ടെന്ന് പോവാൻ നോക്കടാ. ആ എവിടെ പോയി കിടക്കാ കോപ്പേ? എടാ എത്ര നേരം എടാ കാത്തു നിൽക്കുന്നത്? നീ വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. ചെറിയ പ്രശ്നമുണ്ട്. ആ നശിച്ച ചായ പണിയൊന്നാ തോന്നി. വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. പോടാ, വേഗം വിട്. പോവല്ലേ? പോട്ടെ അത്യാവശ്യം പോടാ. വണ്ടിയുടെ കൂടിയാ.
അനക്കൊന്നും ഉറക്കൂല, മനുഷ്യന് ഉറങ്ങനെ സമ്മതിക്കൂല. കഷ്ടപ്പെടിക്കുന്ന കോപ്പ് മറ്റടുത്ത പരിപാടി കാണിക്കാനായിട്ട് പട്ടികൾ കയറി വന്നോളും പാതിരാത്രിക്ക്. എന്താ ഒന്ന് മാറിക്കടാ. ഓടിപ്പോകോ. എന്താണത്? പറഞ്ഞിരുന്നാ പിന്നല്ലാണ്ട് നല്ല ക്ഷീണമുണ്ടല്ലോ. മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടുപ്പിച്ചിട്ട് ക്ഷീണം ഉണ്ടാ പോയവൻ അവനെന്ത് പറ്റി? മനുഷ്യന്റെ പിടി വിട്ടുകൊണ്ടൊരവസ്ഥയാണ്. അതെന്താ അവസ്ഥ? ആ തൂറാൻ മുട്ടിട്ട് പോയി. ഇവിടെ വരെ വന്നിട്ടല്ല. ഏതായാലും ഉറക്കം പോയി. എന്നാലും ഇതുവരെ അതും കൂടെ അവൻ എങ്ങനെ പിടിച്ചെന്നറാ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ. ഇനി ഇടക്ക് വെച്ച് പോയിട്ടുണ്ടാവോ? പോയിട്ടുണ്ടാവില്ലായിരിക്കും. ഏതായാലും ഇവിടം വരെ പിടിച്ചു സമ്മതിക്കണോട്ടാ. നീ രണ്ട് ചായ ഇട്ട എനിക്ക് കുടിക്കാറുണ്ടാ. ബുദ്ധിമുട്ടാവില്ലടാ അങ്ങനെ. ഇപ്പൊ എന്താ എന്ത് കോപ്പാണ് ഇതിന്റെ അകത്ത്? എന്തുകൊണ്ടായിട്ട് പൂട്ടിയിട്ടെങ്ങനെ ലോക്കൊക്കെ ഇട്ട് അവന്റെ മുമ്മടെ കിണ്ടി. ട്രെയിനിൽ നല്ല ഒന്നാം തരം കക്കൂസുണ്ടല്ലോ, അതിനകത്ത് കാര്യം നടത്തിക്കൂടെ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മുട്ടിയാലേ പറ്റൂ. ആര് മുട്ടിയാല്? ആഹാ സുന്ദരനായിട്ടുണ്ടല്ലോ. ഗോവ പോയി സുന്ദരന്റെ പണി കൊടുത്താ. എടാ എന്തായാലും ഇന്നത്തെ പരിപാടി കൊളായി. നാളത്തെ പരിപാടിക്ക് വേണ്ടി ഗോവന്നൊരു സാധനം കൊണ്ടുവന്നു. നമുക്കിത് തകർത്താലോ? എടാ ഇതിന്റെ താക്കോലോടാ നീ പൂട്ടിയിട്ടിരിക്കണ. എന്നാ ഉറക്കം പോയി നിർത്താ. തുറക്കാൻ പറ്റണില്ലല്ലോ. തുറക്കടൊന്ന് വേഗം. കുഴിച്ചിട്ടേക്കാണ്. മദ്യത്തിന് എന്ത് രാത്രിയും പകലടാ. മദ്യം രാത്രി പകലാക്കും, പകല് രാത്രിയാക്കും. അതാണ്. ഡാഷി ഒന്ന് പോയി നോക്കിയടാ. ഒന്ന് പോയി നോക്കടാ. ചാർലി ഒന്നെണീറ്റ് നോക്കടാ. ഞാൻ തോർത്തെടുത്തിരിക്കയാണ്. നീ പോയി നോക്കടാ. ഞാൻ അടുത്ത വർഷം പോകുള്ളൂ. പണിയില്ല. മാറിക്കിടക്കടാ. സാരില്ല, ഞാൻ അകത്തോട്ട് വന്നിട്ടെ. ചേട്ടാ. ചേട്ടനുണ്ടായിരുന്ന രണ്ടുപേരും അകത്ത് വരൂ. അതെ കുഴപ്പമില്ല, അവൻ ഈ ശവാസനത്തിലായിരുന്നു. ഡാ ചാർലി എഴുന്നേക്കടാ. അപ്പുറത്തെ വീട്ടിലെ ഗ്രീഷ്മയും ഭർത്താവും വന്നിരിക്കുന്നു. ഡാ ചാർലി ഏത് അപ്പുറത്തെ വീട്ടിലും? ആ ഗ്രീഷ്മ സുഖല്ലേ? വായിരിക്കി. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഓഫീസിൽ പോകാൻ സമയമായി. നിങ്ങൾ തിരക്കിലാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഗ്രീഷ്മ സോറി കേട്ടോ, നേരത്തെ ഞാനേ കണ്ടില്ല, അതുകൊണ്ടാ. ആശിത് ആരാ വന്നിരിക്കുന്നു നോക്കി. ഗ്രീഷ്മ വന്നിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും കുടിക്കാനെടുത്ത് ഹോട്ടായിട്ട് എന്തെങ്കിലും എടുക്കട്ടെ. കുഴപ്പമില്ല. എന്താ ഇങ്ങോട്ട് ഞങ്ങള് പോവാ. ചേട്ടനൊന്ന് പരിചയപ്പെടുത്താൻ വന്നേ ഉള്ളൂ. ഞാൻ ഗൗതം. ഗൗതം ഭയങ്കര പേരാണല്ലോ. കല്യാണത്തിന് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ഗ്രീഷ്മ പാവം കുട്ടിയാണ്. അവർക്ക് നല്ല സ്നേഹമൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് സുഖമൊക്കെ അല്ലേ? എന്താ? അല്ല കല്യാണം കഴിഞ്ഞിട്ട് സുഖല്ലേ? വാ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം ചേട്ടാ. എല്ലാരും പരിചയപ്പെടണ്ടേ? ഇത്രയും വായി നോക്കേണ്ട മുമ്പിലേക്കാണ് എന്നെ വിളിച്ചോട്ട് വന്നത്. എനിക്കറിയാമോ ചേട്ടാ? ഇതെന്താണിത്? കല്യാണം കഴിഞ്ഞില്ലേ? അതിന്റെ കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും പ്രശ്നമാണ്. അല്ല നമുക്ക് നാളെ തീർക്കണ്ടേ? പിന്നെ ഇപ്പൊ വരട്ടെ, ഞാൻ വേറെ കാര്യം പറയാനായിട്ട്. അതല്ലെന്ന് ടച്ചിങ്സ് ഇല്ലേ, വേണ്ട പുതിയ സാധനം. അതല്ലെന്ന് ഞാൻ പറയട്ടെ. പട്ടി തണ്ടി വാതിലടച്ചല്ല ശാപം ചോദിക്കണ്ടായിരുന്നു. Yo neighbors, yo listen up the sound, new life. I hope my high life entail. Take my skill, don't like no dirty fair. Right up the rail and get the hair. I am in Miami state of mind. I'm rapping to the sound and it's gonna move your mood. What more could you ask for? Lamborghini, would you please? You can play that bought the war. I gotta love it all the truth. Somebody still speaks for the sport. I'm rapping for the who.
കാര്യങ്ങളൊക്കെ എന്റെ ഓഫീസിൽ വിളിച്ച് പറയാൻ നിൽക്കണേ. വാപ്പാനോട് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും, നീ ഫേസ്ബുക്കിലും വാട്സപ്പിലും കൂടി അങ്ങോട്ട് ഇട്. ചുമ്മാടെ അടുത്ത് നീ ഇതൊക്കെ എന്തിനാണ് ഉമ്മാനോട് പറയാൻ നിൽക്കണേ? നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വാപ്പാനോട് പറഞ്ഞിട്ട് നല്ലൊരു കാശുകാരന്റെ സംബന്ധം ഉണ്ടാക്കി തരാൻ പറ. എന്നിട്ട് പണ്ടോരടക്കണിട്ട് എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. എന്റെ കഴിവോടെ കറിഞ്ഞിട്ടൊക്കെ തന്നെയല്ലേടി നീ എന്നെ കെട്ടിയത്. നിന്റെ വാപ്പാനോട് പറ മോട പിറുകള്ളം മരുന്നൊക്കെ എന്നെ ഉണ്ടെന്ന് വിട്ടിട്ട് ഓടി. ചാർലി സോറിടാ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. നീ ഇവനെ വിളിച്ചോണ്ട് പോ. ഇവനോട് നിന്റെ പിന്നീട് പ്രശ്നമാവും. ചെല്ലേ നീ വന്നേ. എടാ നീ ഇങ്ങനെ ടെൻഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല, എല്ലാം ശരിയാണ്. ആഹാ, വെൽക്കം ചേട്ടാ, വെൽക്കം. എന്ത് പറ്റി രാവിലെ ചൂലൊക്കെ ആയിട്ട്? ഇന്ന് പോയില്ലേ? ഞാൻ പോയില്ല, ഞാൻ അടുത്ത വർഷമേ പോകുള്ളൂ. ഞാൻ അടിച്ചു പൊളിക്കാൻ പോണ എല്ലാ അർത്ഥത്തിലും. അതെനിക്ക് മനസ്സിലായി. ഡോറ് തുറന്നിട്ടാ ഞാൻ കേറിയത്. ഇന്നലെ നല്ല അടിയോട് അടിയായിരുന്നു തോന്നണ. അതിന്റെ ബാക്കി 10 മണിക്ക് കാണണേ. വന്ന ചേട്ടത്തിമാരില്ലേ, ഒന്നിനെങ്കിലും എനിക്ക് നാളെ ശരിയാക്കി തന്നെ. നാളെ വരില്ലേ അവര്? നാളെ ഉറപ്പായിട്ട് ശരിയാക്കി തരാം. ഞാനിതൊന്നും ശരിയാക്കി നീ ശരിയാക്കി തന്നെ. മുന്നേട്ട് വിശ്വസിക്കാൻ ശരിയാക്കി തരാ. ശരിയാക്കി തന്നോടാ നീ എനിക്ക്. ആ ശരി. ആ ചേട്ടാ, ആ എന്താടാ ശരിട്ടുണ്ടോ? കോപ്പ് ഇതിനായിരുന്ന? അതെ, വീട്ടിലൊന്നും നടക്കാറില്ലേ? അതൊക്കെ ഉണ്ടാ. നിനക്കൊക്കെ മാത്രം വല്ലതും നടന്നാ മതിയാ. ഒരു ചേഞ്ച് ഒക്കെ വേണ്ട. ചേഞ്ച് വേണം, മസ്റ്റായിട്ടും വേണം. പലപ്പോഴും ചോദിക്കാൻ വിചാരിച്ചാണ്, ആ നമ്പർ ഒന്നിട്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം വിളിച്ചറിയിക്കാല. അത് സെക്രട്ടറിയുടെ കയ്യിലുണ്ടാവുമല്ലോ. അയാൾ ഏതെങ്കിലും വെള്ളമാണ്. ഞാൻ എന്തായാലും ഉറങ്ങുമ്പോൾ 2 മണിയാവും. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാരി മാത്രം എടുക്കാറില്ല? സാരി കാണാൻ നല്ല ഭംഗിയാണ് ട്ടാ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിരിക്കുന്നു. ഈ ഫ്ലാറ്റിൽ കുറച്ച് പയ്യന്മാരെ താമസിക്കണല്ലേ? ഇവിടെയോ? ആ ദേ നോക്ക്, ദേ വന്നിട്ടുണ്ട്, കണ്ട? നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കണത് ശ്രദ്ധിക്കണ്ട കേട്ടോ. ഈ പൊടിയൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോണ് ജിമ്മിൽ പോകാറുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അതെ, നമ്മളോട് ഇങ്ങനെ സംസാരിച്ചാലേ സംശയം തോന്നും, വല്ലതൊക്കെ പറഞ്ഞുണ്ടാക്കും. ഡാടാ, നിന്നൊരു കാര്യം പറയട്ടെ. നീ ഇന്ന് പോയില്ലേ? ഞങ്ങള് നാളത്തെ പ്രോഗ്രാം കുറിച്ച് ഇങ്ങനെ നിങ്ങള് പിന്നെ താഴത്തെ പരിപാടിക്കൊന്നും വരില്ലല്ലോ. ഞാൻ എന്തായാലും ഇത്തവണ ഇവരുടെ കൂട്ടത്തിൽ കൂടാൻ തീരുമാനിച്ചേ. ഞങ്ങളാകുമ്പോ ഒരേ തരക്കാരാണല്ലോ. ഞങ്ങളിന്ന് പിന്നെ കൂട്ടിലല്ലോ. അല്ല ചേച്ചി അടിക്കൂ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ വരുന്നവരൊക്കെ അടിക്കും. ചേച്ചിക്ക് ഇനി അടിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് ഒരു ഹാർട്ടി വെൽക്കം. ഇവിടെ വരുന്ന പെമ്പിളരൊക്കെ അടിക്കാറുണ്ടോ? പിന്നല്ലാതെ, ഞങ്ങളൊക്കെ കൂട്ടുകാരല്ലേ ചേച്ചി, അവരും അടിക്കും. കൊള്ളാം, ഞാൻ ഇറങ്ങട്ടെ എന്ന്. ഞാനും തൊട്ടപ്പോ പറ്റണില്ലല്ലേ?
വെട്ടോളിക്കാൻ നിന്നെ ശരിയാക്കി തരാം. കളിക്കാൻ വരുന്ന നിനക്കൊക്കെ നല്ല പണി വരോടാ, നല്ല എട്ടിന്റെ പണി പോടാ. വേഷം കണ്ടോ ഞാനേ കാണാറുണ്ട് ഇവിടെ. ആകെ സീനായനെ ടെൻഷൻ അടിക്കണ്ട. ഇത് ഈ ഉളപ്പിള്ളവർക്ക് സ്ഥിരമുള്ള പരിപാടിയാണത്. പേടിക്കണ്ട കേട്ടോ. ഞരമ്പന്മാര്. അതെ ശരി. പാവം ചേച്ചിയാണല്ലേ. ഡാ ഇവിടെ വന്നേ. എന്തായാലും വൈകിട്ട് വരാട്ടാ. അതല്ലടാ നീ വന്നേ. ഇതിപ്പോ ചേട്ടൻ അറിയണ്ടട്ടാ. എന്റെ പൊന്നേട്ടാ, നമ്മള് പറഞ്ഞാലും പറഞ്ഞില്ല ചേട്ടനറിയാനുള്ള അറിയും. അതല്ലടാ, ഇതറിഞ്ഞാലേ നമുക്ക് മോശമാണ്. ഒരു മിനിറ്റ് പറ. തിന്നില്ല, മറ്റുള്ളവർ തിരിക്കില്ല. പിശാച്. എത്ര നേരം ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു. നാളെ വരില്ലേ? അങ്ങനെ പറയല്ലേ, വരണം. വരാതിരിക്കരുത്. ഈ സമയത്ത് ഇതാരാ? കട്ടയല്ലേ? ആരാ നോക്കിയിട്ട് പെട്ടെന്ന് വരാവേ. കട്ടിയെണ്ണ വെയിറ്റ്. ഇത് ആരോ കിടന്നിട്ട് ബെല്ലടിക്കുന്നുണ്ട്. ആരാ നോക്കട്ടെ. എത്ര നേരം ഇവിടെ ബെല്ലടിക്കണ? അല്ല ഞാൻ എവിടെ പോയി കിടക്കായിരുന്നു? അല്ല നീ എന്തി പോന്നെ? എനിക്കത് വരാൻ പാടില്ലേ? ഞാൻ പൊളിക്കാവേ. നീ എന്താ ടെൻഷൻ ആയിട്ടിരിക്കണ? അവൾ ഓഫീസ് വന്നിരുന്നു. എന്നെ ഇങ്ങനെ നാണം കെടുത്ത് റൂം പറഞ്ഞ് നടക്കണം പന്നക്കളവൻ. ഇന്ന് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്വസ്ഥട്ടത് പണിയെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എടാ നീ ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തിട്ടില്ലേ? പിന്നെ എന്താണ്? നീ അത് വിട്ടേക്ക്. എടാ നീ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കാം. ടെൻഷനൊന്നും മാറട്ടെ. ഇത് ഏതുമുറെ കുറിച്ചാണോ? നീ മാത്രമല്ല ഇവിടെ. എവിടെ നിന്റെ ഫ്രണ്ട്സ്? എന്താ കാര്യം? എന്താ കാര്യം എന്താ നിനക്ക് അറിയില്ലേ? നീ ചിലക്കാണ്ട് കാര്യം പറടി. എന്റെ പൊന്നുമോളെ, അല്ലെങ്കിൽ തലക്ക് ഭ്രാന്തരത്തിരിക്കണം. നീ കാര്യം പറ. നിന്റെ റൂമിൽ വരുന്ന പെണ്ണുങ്ങളെ പോലെയാണ് നിർത്തി എല്ലാ സ്ത്രീകളും. നിനക്കൊക്കെ നല്ല അടി കിട്ടാത്തിന്റെ കുറവാ. നിർത്തേ. ഈ ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന വീട്ടിൽ വെളുപ്പിന് കയറി വന്നേരാ. നീയല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തമാശക്ക് എന്തെങ്കിലും പറഞ്ഞത് തമാശക്ക് എടുക്കാൻ പടി. ഇനി അത് പറ്റില്ലെങ്കിൽ വേണ്ട. ഇവിടെ കിടന്ന് ചിലക്കാൻ നിൽക്കരുത്. നീ ഇറങ്ങിപ്പോ. നിന്നെയൊക്കെ പോലീസിൽ പഠിപ്പിക്കാൻ എനിക്ക് അറിയാമല്ലോ. മനുഷ്യനെ പിടിവിട്ടിരിക്കണം. നീ ആദ്യം ഇവിടെ ഇറങ്ങിപ്പോ. എന്നിട്ട് എന്താന്ന് വെച്ചാൽ കാണിക്കും. ഇവന്മാര് കാരണം സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ട് നടക്കാനും പാടില്ലാണ്ടായി. ഇവന്മാർക്ക് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കണം പെങ്ങളെ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കണം പെങ്ങളെ. അസോസിയേഷനിൽ ആരുമില്ലേ? ഞാൻ രാവിലെ വന്നപ്പോ എത്ര മോശമായിട്ട് എന്നോട് പെരുമാറിയെന്നറിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. അവന്മാരവിടെ കള്ളൂടിയും പെണ്ണൂടിയുമാണ്. നീ അതിളക്കാൻ നിൽക്കണ്ട. നിന്നെ കുറിച്ച് ഒരു ലാക്ക് പറയാ പെങ്ങളെ. അവർക്കെല്ലാം പറ്റാൻ പറ്റിയായിരിക്കും. എന്ത് വിഷയം ഉണ്ടെങ്കിലും ചേട്ടന്മാർ ശരിയാക്കി തരാം. അതെ, ഒരബദ്ധവും പറ്റിയാലോ. മനപ്പുറം തന്നെ പറഞ്ഞേ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പിള്ളേരോട് വരും. ഇവിടെ ആദ്യം കിടന്നാലും സദാചാര പോലീസ് കളിക്കണേട്ടാ. അതെ, ആക്ച്വലി എന്താണ് പ്രശ്നം? ചേട്ടാ നമുക്ക് നാളെ സംസാരിച്ചോ. അത് മതി. ശരി, നാളെ സംസാരിച്ചാൽ മതി. ഓക്കെ. പിന്നെ വേറെ കാര്യം ശരിയാടാ. വേറൊരു ഈ ചൊറിയണേ എടാ ഞാൻ കൊടുത്തോളാം. കോപ്പ് കുറെ നേരമായി. തനിക്കെന്തോ മൈത്താട്ടി പറഞ്ഞാൽ മനസ്സിലാവൂലേ? അയ്യോ നീനായിരുന്നാ? ഞാൻ കരുതി. സോറി ട്ടാ. വാ, ഞാൻ പേടിച്ചു പോയി. പിന്നെ സംസാരിക്കാം. അവൻ വന്നോളൂ.
ആ എന്താടാ ഒരു ആകെ ഒരു ശ്മശാനമുഖത എന്തെങ്കിലും പ്രശ്നമുണ്ടാ? കുറെ നേരോട് ഒരുത്തം വന്ന് ബെല്ലടിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. അല്ല നീ എന്താ പെട്ടെന്ന്? ഞാൻ റോയുടെ കൂടെ ചുമ്മാ എടാ നീ എന്താടാ ഇന്ന് നേരത്തെ പോന്നേ? എടാ വെറുതെ ലൈഫ് ഒളിച്ചോടിട്ട് ഒരു കാര്യമില്ല. നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അതെ അവൻ വരുമ്പോ പടി എന്നെ നോക്കണ്ടാട്ടാ. ഞാൻ എന്തായാലും മുകുൾസിനെ പോലെ ആവില്ല. ആവാതിരുന്ന നിനക്ക് കൊള്ളാം. എടാ ഞങ്ങളെ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നേ. ഞങ്ങള് ലൈഫിലേക്ക് ഒളിച്ചോടാൻ തീരുമാനിച്ചു. 2021 ജനുവരി 1 അളിയത് കലക്കം തീരുമാനമുണ്ടോ? 2021 തുടക്കം തന്നെ പൊള്ളി മൂടോ. പിന്നെ വരുന്ന നേരം വിളിച്ചു പറഞ്ഞെങ്കിൽ വല്ല ഫുഡ് വല്ല ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇവിടെ ഇപ്പൊ ഒന്നുമില്ല. വിളിച്ചു പറയായിരുന്നില്ലേ? അത് കുഴപ്പമില്ല. ഞങ്ങളൊന്ന് പുറത്തു പോവാണ്. ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. ഞാനിന്ന് ഹാഫ് ഡേ ലീവാണ്. എടാ നീ നാളെ ലീവാണോ? ഒരിക്കലല്ല. വെരി ഗുഡ്. എടാ ആശി നീ നാളെ ലീവാണോ? ഞാനില്ല. ആ നാളെ ലീവ് എടുക്കരുത്. എന്താ കാരണം വെച്ചാൽ ഈ വർഷത്തെ അവസാന ദിവസം മോശമാണ്. കളയരുത് കേട്ടോ. ഞാൻ പണ്ടേ ലീവാണല്ലോ. ഞാൻ അടുത്ത വർഷം പോകുള്ളൂ. ഓഹ് നമ്മളെ പറഞ്ഞൊക്കെ എന്താ ഇൻട്രസ്റ്റ് നോക്കി അവന്. നമുക്ക് ഇറങ്ങാൻ നീനാ. അതെ ഞാൻ ഒന്ന് വാഷ്റൂം പോയിട്ട് വരാം. അതിനെന്താ? ആ ബാത്റൂമിൽ പോണ്ട. അവിടെ പോയി. എടാ അത് ആകെ വൃത്തികേടാണ്. എടാ അതിലും വൃത്തികേടാടാ അത്. അയ്യോ എന്ത് വൃത്തിയെടുക്കാണ് ഇവിടെ നടക്കുന്നത്? ഞാൻ പോണ്. ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെയാണല്ലേ ഇവിടെ നടക്കണത്. എടി ഒന്ന് നിന്നേടി. എടി ഒന്നുമില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേക്കണ്ട. മനസ്സിലായി. എനിക്കൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നും പറയണ്ട. എനിക്ക് കേക്കണ്ട ആവശ്യമില്ല. എന്തുവാടാ പറഞ്ഞോണ്ട് എന്റെ പുറകെ വരണ്ട. പറയുന്നത് കേക്ക്. ആദ്യം കേക്കണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അടിപൊളി. വൃത്തിയായി. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായി. ഉമ്മുക്കുലുസിനെ പോലെ ആവൂലെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ പോയി പോക്കണ്ട. എന്റെ ഭർത്താവേ എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളു. നാളത്തെ ദിവസം ഇതുപോലെ ആക്കരുത്. നല്ലൊരു ദിവസം. എന്തിപ്പോ പ്രശ്നം? എനിക്കത് മനസ്സിലായില്ല. ബജ്ജിയല്ല പാൻറ്റീസ്. എടാ നിനക്കിതൊക്കെ നിന്റെ ഷെൽഫിൽ എടുത്ത് വെച്ചൂടെ? വെറുതെ ബാക്കിയുള്ള ലൈഫ് കൂടി തകർക്കാനായിട്ട്. ഒരു പാൻറ്റീസ് കൊണ്ട് തകരുന്ന ലൈഫാണ് ഭർത്താവേ. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞ്. നാളെ കൂടി കഴിഞ്ഞാണ്ടല്ലോ പുതിയ വർഷം. 2021 ഉറപ്പായിട്ട് പൊളിക്കണം. അതാണ്. നാളെ പെങ്കോച്ചൽ പ്രശ്നം ഉണ്ടാക്കുവോ? അസോസിയേഷൻ കംപ്ലൈന്റ് ചെയ്യണമെന്നാണ് കേട്ടത്. എന്റെ ബൈ ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റ് വെച്ച് ഞങ്ങൾ പാർട്ടി നടത്തുന്ന എന്താ പ്രശ്നം? നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവും, ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടാവും. അതിനകത്ത് ആർക്ക് ഇത്ര പ്രശ്നമല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ കൂടുമ്പോഴാണ് അവർ എനർജി ഉള്ളത്. അല്ലാണ്ട് വയസ്സന്മാരൊക്കെ കൂടെ കൂടി എന്താ കാര്യമുള്ളത്? നമ്മളെയൊക്കെ ഒന്ന് പരിഗണിക്കട്ടോ. ഞാൻ അടിയ വർഷവും പോയി. പക്ഷെ 2021 നിങ്ങൾ നോക്കിക്കോ, അടിപൊളിയായിരിക്കുള്ളൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ വെറുതെ വെച്ചടി കയറ്റിരിക്കുള്ളൂ. കയറ്റെന്ന് പറഞ്ഞൊരു മാതിരി മറ്റിടത്തെ കയറ്റായിരിക്കും. അപ്പൊ നമുക്ക് ഒരെണ്ണം അടിച്ചാലോ? അടിക്കാലോ. ആദ്യം എതിർക്കും. ഇതാ അല്ല എതിർക്കാം. കുറച്ചുകൂടി. അതായത് കുറച്ചല്ലേ ഉള്ളൂ. ഇല്ല തീരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഞാൻ വിളിച്ചിട്ട് കിടക്കുള്ളൂ കേട്ടോ. എന്റെ പൊന്നേട് ഇപ്പൊ താഴെ വിളിച്ച അത്തേനല്ല. ഞാൻ തിരിച്ചു വിളിക്കാം. കിളി ഒന്നുമല്ല, വീട്ടിൽ നിന്ന് വിളിച്ചാശനെ. നാളെ കിളികൾ വരല്ലേ? ഒന്നിനെങ്കിലും ശരിയാക്കി തന്നോട്ടാ. ശരിയാക്കി തരാശനെ. നിനക്ക് മടുത്താണെങ്കിലും മതിടാ. മടുത്ത എന്നാ പിന്നെ ഞാൻ പോണ്. അപ്പൊ നാളെ 7 മണി എല്ലാരും കൂടി പറയണാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാരും കൃത്യം 7 മണിക്ക് ഇങ്ങ് വന്നാ മതി. വൈകുന്നേരം. എടാ അപ്പോ ഈ കാര്യം ആരും അറിയണ്ട. മനസ്സിലായല്ലോ? ആരും അറിയണ്ട. അല്ലെങ്കിൽ കടത്ത ആടി വെച്ച തേണ്ടികളൊക്കെ ഒന്ന് ഓസിക്കടിച്ചു. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഏടാ. നിനക്ക് വേണ ഏതാ ക്ലാസ്? ആടെങ്കിലും ആയിക്കോട്ടെ.
എടാ ചാർലി, ആ എടാ എന്തെങ്കിലും മേടിക്കണമെങ്കിലേ ഉച്ചയ്ക്ക് മുമ്പ് വിളിക്കണം. ഉച്ചയ്ക്ക് ശേഷം വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. നിങ്ങൾ പൊക്കോ, ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തോളാം. ആ പിന്നെ ഇടയ്ക്ക് ഇറങ്ങുന്ന ഉണ്ടാക്കാൻ നിൽക്കുന്നത്. വൈകിട്ടേ വരുള്ളൂ. പിന്നെ വിളിച്ചിട്ട് അതിലില്ല എന്ന് പറഞ്ഞേക്കും. ഞങ്ങൾക്ക് വേറെ പണികളാണ്. എടാ കേക്കണ്ട നീ. ആ ഞാൻ കരുതി വരില്ല. വരണ്ടെന്നാ വിചാരിച്ചത്. പിന്നെ പിന്നെ ഒന്നുമില്ല. ആരെയും കാണും. ഒരാളും വരില്ല. അത് പൊക്കോളൂ. ആരാണോ? ഒരു കാര്യം ചെയ്യും, റൂമിലിരിക്കും കേട്ടോ. എന്താ സാറേ, ഒരു പ്രശ്നമുണ്ട്. സാറിന്റെ ബൈക്ക് ആരോ തല്ലി തകർത്തിരിക്കുന്നു. ഞാൻ വന്നേക്കാം, തമ്പിക്കോ. ആരാ? ഇല്ലല്ലോ, ഒന്നുമില്ലെന്നേ.
ഒരൊറ്റ മിനിറ്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. എനിക്ക് ഒന്നുമില്ല ഇപ്പൊ വരാം. ഇതെവിടെ പോയി? ഹലോ, ഞാനും വരട്ടെ? പേടിച്ചു മാറിയിരിക്കണോ? ഇങ്ങോട്ട് പോയി. ശ്ശെടാ.
എന്താ തനിക്കെന്തുകൊണ്ട്? താനെന്താണ് ഒരുപാട് കുന്തം പിടിക്കാൻ വിളിക്കണേ? സാർ എന്തെങ്കിലും പണിയില്ലായിരുന്നു? ഇവിടെ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഞാനോട് നിങ്ങളുടെ കഴപ്പല്ലേ സാറേ നമ്മുടെ പിഴപ്പ്. റോയ് സാറ് പറഞ്ഞ ഒരു സാധനം വാങ്ങാൻ ഞാൻ അത് വാങ്ങിക്കൊണ്ട് വന്ന. ആഹാ, ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് പാർട്ടിയാണല്ലേ? റോയ് സാറ് പറഞ്ഞിട്ടാ സാധനം വാങ്ങിയത്. സാറിന് റൂമിൽ കൊണ്ടു വെക്കണമെന്ന്. അവിടെയാണോ സാറിന്റെ റൂം? ഞാൻ കൊടുത്തേ. അലങ്കാരങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എന്താണോ പട്ടിയാണോ അതെ? സാറ് ഇത് പെർഫ്യൂം ഉപയോഗിക്കുന്നത്. നല്ല പരിചയമുള്ള പെർഫ്യൂമിന്റെ മണം. ഞാൻ ഏതെങ്കിലും ഇടത്താഞ്ചല്ലേ? എനിക്ക് കുറെ പണിയുണ്ടാ. പണി കഴിഞ്ഞില്ലേ സാറേ? മണി 4 അവര് വരാൻ സമയമായി. സത്യം പറഞ്ഞോട് ആരോട് എന്നെ വണ്ടി വിളിച്ചേ? ഞാൻ തകർത്തുന്നോ? സത്യം പറഞ്ഞോട് ആരോട് എന്നെ വണ്ടി വിളിച്ചേ? എന്റെ ജീവിതം തകർക്കല്ലേ സാറേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഫ്ലാറ്റിലെ ആ പയ്യനുണ്ടല്ലോ, ഏത് പയ്യൻ? ആ താടി വെച്ച പയ്യൻ. അവനാ വന്ന് എന്നോട് പറഞ്ഞത്. നിനക്കൊക്കെ നല്ല പണിയരോടാ, നല്ല എട്ടിന്റെ പണിയരോടാ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി The number you're calling is currently switched off. തകർത്ത് പള്ളിപ്പെരുന്നാളായിട്ടുണ്ട്. സൂപ്പർ. അതെ, ഫുഡ് അടുക്കള വെച്ചാൽ മതിയാ? നിങ്ങൾ അകത്തോണ്ട് വെച്ചോ. നല്ല തകർത്തണ്ടല്ലോ ഇത്. എവിടെ നിന്ന് വെച്ച്? അതേ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഭാര്യയും കൊച്ചിനും കൊണ്ട് പുറത്തു പോകണം. ഞാൻ ഇത്തിരി വൈകി വരുള്ളൂ. കുഴപ്പമില്ല. സാറേ പൈസ അതെന്നെ വിളിച്ചാൽ ഞാൻ വന്നോളാം. നമ്മളൊന്ന് കാണിക്കാനല്ലേ കൊച്ചു കള്ളൻ. ശരിയെന്നാ കാണാം.
പേടിച്ച് 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 താൻ എങ്ങനെ അകത്ത് വന്ന്? ഞാൻ ഡോർ വഴി വന്നു. ഞാൻ ഡോറ് പൂട്ടിയതാണല്ലോ. എടോ താൻ എങ്ങനെ അകത്ത് വന്നു? ഇത് പൂട്ടൊന്നും ഉണ്ടായില്ല. ഇതെന്താണത് നിങ്ങളുടെ പൂട്ടിയില്ല. താൻ പോയേ. നമുക്ക് അപ്പുറത്ത് വരിക. ഞാൻ പറയാം. ഫ്രിഡ്ജല്ല എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലായിട്ട കാര്യങ്ങളൊക്കെ. എനിക്ക് കാശല്ലോ. അല്ലല്ല കാശൊക്കെ ഞാൻ കൊടുത്തോളാം. എന്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലായി. ആ ചേച്ചി ആ പാവം ചേച്ചിയായിരുന്നല്ലോടാ. ചേച്ചിക്ക് എന്താ ഇതിന്റെ പുറകിടുന്ന കുടുംബം വഴി തരാക്കില്ലേ? ഞാനാണോ ചേച്ചിനെ പറയുന്നത്? തല പറയുന്നത് ഞാൻ പോയിക്കോളാം. പിന്നെന്താ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് കാണിക്കുന്നത്?
ആരാ? കുറെ നേരമായല്ലോ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ബെല്ല് വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണല്ലോ. താനാണോ ചാർലി? അതെ ഞാനാ. താൻ ഇവിടെ ഒറ്റയ്ക്കാണോ? ഇല്ല, എന്നോട് 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരു ജോലിക്ക് പോയി. എന്താ സാർ? കൊള്ളാലോ, അലങ്കൊലപ്പണികളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്താ പരിപാടി? അല്ല, ഫ്രണ്ട്സായിട്ട് പാർട്ടി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷത്തിന്. പാർട്ടി പോലെ ചാർലി, നിങ്ങൾക്കെതിരെ പോലീസിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അറിയാമോ? പരാതിയോ? ഗ്രീഷ്മയോട് മോശമായി പെരുമാറിയതാണല്ലേ? ഞാനല്ല സാർ. അല്ലേ? അല്ല സാർ, അവരിവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളല്ല സാർ. പിന്നെ ഞങ്ങൾ അത്തരത്തിലുള്ള ആളുകളല്ല സാർ. അത് നിന്നെ കണ്ടാൽ തന്നെ അറിയാലോ. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ശരി സാർ. എന്താടാ ഒരു പരിങ്ങലി? സ്റ്റഫ് വല്ലതും ഉണ്ടോ കയ്യില്? എന്താണ് സാറേ? ഇവനൊരു പരിങ്ങലി. എന്താടാ? ഒന്നുമില്ല സാർ. ഇങ്ങോട്ട് മാറിക്കടാ സാർ. വെള്ളം നീ കയ്യിൽ വെച്ചോ, ആവശ്യം വരും. എന്താ ഫ്രിഡ്ജിന്റെ കവറ. ആരാ? നാശം. സിയെ. ഹലോ, നമസ്കാരം സാർ. അത് കൊടുത്തിട്ടുണ്ടല്ലോ സാർ. കിട്ടിയില്ലേ സാറേ? ഇപ്പോൾ പറയാം സാറേ. ഞങ്ങൾ ഇറങ്ങി സാർ. ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. കോടതിക്ക് ഇന്നലെ തന്നെ ചാർജ് കൊടുത്തു സാർ. താൻ നാളെ 10 മണിക്ക് സെഷനിലേക്ക് വാ. ബാക്കി നാളെ അവിടെ കാണാം.
ചേട്ടാ ഞാൻ വന്നിട്ട് ചേട്ടാ. ആ ശരി. എന്റെ ഫ്ലാറ്റിന്റെ മെയിൻലിയും വർക്ക് ചെയ്യുന്നില്ല, എന്തോ കറണ്ടിന്റെ ഇഷ്യൂ ആണ്. ഫ്രിഡ്ജ് ഒന്നും കണക്ട് ചെയ്തിട്ട് ഓൺ ആവുന്നില്ല. ചെക്ക് ചെയ്യാം. നോക്കാം. വലിയ ഭാരം. എന്താടാ ഇത് വാതിലൊക്കെ തുറന്നു വെച്ച്? വാതില് തുറന്നിട ഒന്നുമില്ലടാ, ഒറ്റക്കാരുന്നില്ല കണ്ട പണിയൊക്കെ ചെയ്തു കൂട്ടി ഞാൻ ഇവിടെ നിന്ന് മയങ്ങിപ്പോടാ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിടിച്ചെണീപ്പിച്ചടാ. എടാ ഉമ്മക്കൊലിച്ചും ആശയെല്ലാം വന്നിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന്. നല്ല കാര്യം. എല്ലാവരുടെ പ്രശ്നവും തീരട്ടെ. എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ. എന്താടി പണക്കൊക്കെ മാറിയോ? ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാക്കിയല്ലോ. എന്തുവാടി കൊള്ളാട്ടോ, സൂപ്പറായിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങോട്ട് പോരുന്നു. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. എന്താണ് പഴക്കൊക്കെ മാറിയോ? നന്നായി. വേണ്ട പോയത് ആശി, ഇനിയിപ്പൊ പൊളിക്കാലേ. Hello.
എടി നീ പോയി ചിക്കൻ എടുത്തിട്ട് വാ. ഓക്കെ. എടിയാ എന്റെ സൈഡിൽ വെച്ചിട്ട് കേട്ടാ ഒരു വൈറ്റ് കിറ്റ്. എടാ കുറെ നേരം ഞാൻ അവനെ ശ്രദ്ധിക്കുന്നു. അവനെന്തോ പ്രശ്നമുണ്ട്. ഞാനും ശ്രദ്ധിച്ചായിരുന്നു. എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. നീയും അവളും കൂടി പോയെന്ന് സംസാരിക്കുക. എന്നാ സംസാരിച്ചോളാം. നീ ഇവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യും. നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? നീ ഒന്ന് സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നമൊക്കെ തീർന്നില്ലേ? പിന്നെ ഹാപ്പി ആയില്ലേ? എനിക്കറിയായിരുന്നു നിങ്ങൾ തമ്മിൽ പിരിയാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. ഹാപ്പി ആയിട്ടിരിക്കെ, എൻജോയ് ചെയ്തോ. നീ ചെല്ല് കേട്ടോ, അവിടെ എല്ലാവരും കൊടുക്കും. ചെല്ല്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്താ പ്രശ്നം? ഞാനല്ലേ ഇതൊക്കെ അറേഞ്ച് ചെയ്തേ. എനിക്കെന്താ പ്രശ്നം? നീ വാ, നമുക്ക് പോവാ. അല്ല നീ എന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് ഞങ്ങൾക്കറിയാവുന്ന ചാർലി അല്ല ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന ചാർലി. സോറി. സോറി മച്ചാനെ, സോറി. നീ എന്തിനാ അങ്ങോട്ട് പോണേ? ഇവിടെ നിന്ന് സംസാരിച്ചാ മതി. എന്ത് സംസാരിക്കാനാടാ? എന്ത് സംസാരിക്കാനാണെന്ന് നിർത്തിക്കോ. കോപ്പിലെ പാർട്ടി മനുഷ്യരെ നാണം കൊടുത്താനായിട്ട്. എടാ നീ ഈ പെമ്പിളാരെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? പിന്നെ എങ്ങനെ പെരുമാറണം? ഇവനെന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാനാണോ അവരെ വിളിച്ചു വരുത്തിയത്? എടി ഇവിടെ ഇപ്പൊ എന്റെ ഭാര്യയുണ്ട്, നിന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഇവന്റെ ഗേൾഫ്രണ്ട് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ വിളിച്ചു വരുത്തിട്ട് അലമ്പുണ്ടാക്കണം. ഞാൻ എന്താ അലമ്പാടിച്ചെന്നാ നീ പറയണേ? പിന്നെ ഞങ്ങളാണ് അലമ്പുണ്ടാക്കിയത്. നിങ്ങൾ തന്നെ അലമ്പാടിച്ച ഞാനല്ല. എടാ നീ ഒന്ന് കൂളാവ്. എന്തിനാണ് വെറുതെ ചൂടാവുന്നത്? കയ്യും കാലും പിടിച്ചിട്ടാണ് ഓരോന്നോരോന്ന് ശരിയായിക്കൊണ്ടുവരുന്നത്. അതിന്റെ കോപ്പിലെ പരിപാടിയാണ് കേട്ടോ ചാർലി. എടാ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവണത്? നീ എന്നൊന്ന് വെറുതെ വിട്. ഇവനെന്താടാ ഇങ്ങനെ? നീ ഇവനെ നോക്ക്, ഞാൻ അടുത്തേത് മാറി. എടാ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവണത്? ഒന്ന് മാറുന്നോ എന്റെ പൊന്നു. നീയൊക്കെ ഈ ചെയ്യണ ശരിയാണോ? എന്താടാ ഇവിടെ സ്മോക്ക് പാർട്ടി ആണല്ലേ? എന്തായാലും നിനക്ക് നിന്റെ പ്രശ്നം എന്താ? ഇവിടെ അസോസിയേഷൻ പരിപാടി നടത്തുമ്പോ നീയൊക്കെ ഈ പുതിയ പിള്ളേരെ വെച്ച് പരിപാടി നടത്തണ ശരിയാണോ? ഇവളെന്റെ ഭാര്യയാണ്. ഇത് റോയി കെട്ടാമൂടെ പെണ്ണും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും. നിനക്ക് എന്താ ഇത്ര കുത്തുകഴപ്പ്? അതോടെ ഞാൻ തന്നെയാടാ. നിന്നെയൊക്കെ പോലീസിനെ കൊണ്ട് പൊക്കിക്കോടാ. എട്ടിന്റെ പണിയരോടാ നോക്കിക്കോ. നീ ഇങ്ങോട്ട് പോ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലടാ. നീ പോയി കുടിക്കി, പോയി മറിയിപ്പോ. എടാ എന്താ കാര്യം? നീ എന്തൊക്കെയോ ഞങ്ങളെന്ന് മറച്ചു വെക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല. എടാ നിന്റെ അടുത്തൊക്കെ ഞാൻ എന്തിനാ എന്തെങ്കിലും മറച്ചു വെക്കുന്നേ? എടാ ചാർലി, നീ ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. നിന്റെ വണ്ടി ആരെ വിളിച്ച്? അതെന്താ പറ്റിയത്? എടാ അവനാടാ. ആര്? എടാ അവനാടല്ല ചെയ്തത്. ആരാണെന്ന്? എടാ നീ ഇങ്ങനെ പിറുപിറുത്തിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ.
ഞാൻ ചെയ്തതിനൊക്കെ എനിക്കിട്ട് കിട്ടിയടാ. എടാ ഞങ്ങളൊക്കെ ഇല്ലേ? ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തൊക്കെ എനിക്കിട്ട് കിട്ടിയടാ എല്ലാത്തിനും. എടാ ചാർലി, എല്ലാം ഒന്ന് ശരിയായി വരുന്നു. അതിന്റെ അടക്കം അവളുടെ ഉപ്പാന്റെ ഉപ്പന്നെ വരെ കൈകാലം പിടിച്ചിട്ട് അടുപ്പി വന്നത്. എടാ നീ കാരണം ഇപ്പൊ എത്ര കുടുംബങ്ങളെ തകരാൻ പോണെന്നറിയോ? ഞാൻ ഒന്നും ചെയ്തില്ലടാ. നീ ഒന്നും ചെയ്തില്ല. തീർന്നു എന്റെ കടപ്പ. വേണ്ട വേണ്ട. എടാ നമ്മൾ അനിയന്മാരൊക്കെ പോലെ കൊണ്ടുവരുന്ന മനുഷ്യനല്ലേ? എന്നിട്ട് എന്ത് കിട്ടിയടാ നിനക്ക്? എടാ നമ്മളിപ്പോ തമ്മിൽ തല്ലിട്ട് ഒരു കാര്യമില്ല. ഇതിന്ന് എങ്ങനെ വെളിയിൽ വരാൻ പറ്റുന്നു? ഞാനൊന്നും ചെയ്യില്ല. അന്ന് ഇരിക്കട്ടെ, തലകറങ്ങണം. എങ്ങനെ വരാനാടാ? വന്ന് തലവെച്ചു പോയില്ലേ? എടാ നിനക്കൊക്കെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യണ്ടാ. ഞാനായിട്ട് ഓർത്ത് വെച്ചല്ലേ, ഞാൻ തന്നെ തീർത്തോളാം. എന്ത് ചെയ്യാനാടാ? എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. വിട്ട് ഞങ്ങളിതാ വരുന്നു. നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്ന? നിന്നെ വിളിച്ചതാടാ, എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. എടാ ഇന്ന് രാത്രി ഈ ബോഡി എങ്ങനെങ്കിലും പുറത്തെത്തിക്കണം. നീ പറഞ്ഞതൊക്കെ സത്യമല്ലേ? നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പാർട്ടി ഒഴിവാക്കിയാലും ശരിയാവില്ല, അത് പ്രശ്നമാവും. എല്ലാം തീർന്നു, എല്ലാം തീർന്നു. ഇതുവരെ ഒരു കേസ് പോലും ഉണ്ടായില്ല, ഇപ്പൊ കൊലപാതക കുറ്റമായി. എന്റെ ജീവിതം നശിപ്പിക്കാൻ പറ്റില്ല. ഞാനത് പോലീസിൽ അറിയിക്കും. എനിക്കിതിൽ തൂങ്ങാൻ വയ്യ. ഞാൻ പോലീസിനെ വിളിച്ച് പറയുമ്പോ ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പറഞ്ഞേ? അപ്പൊ ഒന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? പോലീസിനെ വിളിച്ച അവൻ മാത്രമല്ല നീയും വരുന്നടി. ഞങ്ങൾ എല്ലാരും വിളിച്ചു വരുത്തിട്ട് നിങ്ങൾ മൂന്നുപേരോട് എന്തെടുക്കാ? 27 മണിക്കൂർ നിന്നെ കെട്ടി പിടിച്ചോണ്ടിരിക്കുക. കണ്ടോ, ഇതാണ് സ്വഭാവം. എന്നിട്ട് എന്നെയല്ലേ നിങ്ങൾ എല്ലാരും കുറ്റം പറയണേ? ഇങ്ങനെ സ്വഭാവമുള്ള ഒരാളുടെ കൂടെ ഒത്തുപോകാൻ പറ്റുമോ? ഞാനും പോണു. ന്യൂ ഇയറും വേണ്ട, പാർട്ടിയും വേണ്ട, ഒന്നും വേണ്ട. നീ ഇങ്ങനെ നെർവസ് ആവല്ലേ? എല്ലാം ശരിയാക്കാ. എടി നീ ഒന്ന് അവളുടെ കൂടെ പോയിരിക്കേ. അല്ല നിങ്ങക്ക് എന്താ വല്ല പകർച്ചവ്യാധി വല്ലതും ഉണ്ടോ? ഒന്നുമില്ലടി, നീ ഒന്ന് അവളുടെ കൂടെ പോയിരിക്കും, എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞില്ലേ? നേരത്താണാവോ? എടാ ആശി, നീ വെറുതെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇതൊക്കെ ആരാ ചെയ്തെന്ന് പറയാൻ എന്താണ് ഒരു വഴി? അതറിയാൻ പറ്റും, പക്ഷെ ഇന്ന് രാത്രി ഓടി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണം. അതിനു മുമ്പ് ബിജു ചേട്ടൻ എവിടെയാണെന്ന് അറിയണം. ബിജു ചേട്ടൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ നമ്മൾ കൊടുക്കും. നീ ഒന്ന് ബിജു ചേട്ടനെ വിളിച്ചേ. ആ ബിജു ചേട്ടാ, പാർട്ടി തുടങ്ങിയല്ലോ, എവിടെയാണ്?
അവിടെ പുള്ളി പാർക്കിങ്ങിലുണ്ടെന്നാ പറയുന്നത്. എന്തോ ചെറിയ പ്രശ്നമാണ്. പ്രശ്നമോ? എടാ, നീ പാർക്കിങ്ങിൽ ചെന്ന് അങ്ങേര് എന്താണ് ചെയ്യുന്നതെന്ന് നോക്ക്. വേണ്ട, നമുക്ക് ആശിനെ വിടാം. അവ ഇവിടെ വന്നാൽ കുഴപ്പമാണ്. ഓക്കെ, ശരി. വാ. എടാ, ഇവിടെ പോലീസ് വന്നാൽ നമ്മളെ പെടും. റിമാൻഡ് ഉറപ്പാണ്. ഉമ്മനോട് ഞാൻ എന്തെങ്കിലും പറയാം, നീ ഒന്ന് പോയി നോക്കടാ. ഉമ്മ അത് കാര്യക്കണ്ട, ഇവന്മാർക്ക് ഇത് എപ്പോഴും ഉള്ളു അല്ലേ അല്ലേ? എടാ, എടയിൽ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വന്നിട്ടെ. എടാ ആശി, നീ ഇങ്ങോട്ട് വരല്ലേ? അങ്ങാരെന്താ ചെയ്യുന്നതെന്ന് നോക്ക്, അല്ലെങ്കിൽ പ്രശ്നമാവും. എടാ, എനിക്കത് ടെൻഷൻ ആയിട്ടാ പണ്ടാരം പിടിക്കാനായിട്ട്. എടാ, പറയുന്നൊന്ന് കേക്ക്. ഹലോ, ഇല്ല, അയാൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. എടാ, അങ്ങോട്ട് വരാൻ ചാൻസ് കുറവാണ്. ചേട്ടാ, പാർട്ടി ശരിയല്ലേ? നിങ്ങൾ പോയിക്കോ, പോയിക്കോ. ടെൻഷനാവല്ലേ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നത്. നീ എന്താണ് ഇവിടെ പതുങ്ങിക്കണേ? എന്താണ് ഞാനിവിടെ അയ്യോ, എടാ, അയാള് വണ്ടി എടുത്ത് പോയി. എടാ, നീ അയാളെ ഫോളോ ചെയ്. സോറി. എടാ നിക്കടാ അവിടെ. ഒന്ന് തുറക്കടോ. ഞാൻ അവളെ പുറകെ തന്നെ ഉണ്ട്.
എടാ, ചില മരണങ്ങൾ അനിവാര്യമാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ പെടും. അതിൽ നിന്ന് എങ്ങനെ ഊരാമെന്നാണ് നോക്കേണ്ടത്. ചിലപ്പോൾ സുഹൃത്തുക്കളുടെ സഹായം ആവശ്യമായെന്ന് വരും. പറയണം, മനസ്സിലാവുന്നുണ്ടോ? The number you're calling is currently switched off. Please try later. താങ്കൾ വിളിക്കുന്ന വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക. जिस नंबर से आप संपर्क करना चाहते हैं എടാ, പുള്ളി എങ്ങോട്ടാ പോണെന്നല്ലോ അറിയില്ല. വെറുതെ ഇങ്ങനെ പുറകെ നടന്നിട്ട്. എടാ, നീ അയാളുടെ പുറകെ പോണം. അത് വേണം. എടാ, പറഞ്ഞ പോലെ ചെയ് പ്ലീസ്. ഇവിടെ എന്താ നടക്കുന്നേ? ഞങ്ങൾ കുറച്ചുപേരും അവിടെ വന്നിരിപ്പുണ്ട്. നിങ്ങൾ മൂന്നുപേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ റൂമിൽ കയറി കഥ കടിച്ചിരിക്കുന്നു. സത്യത്തിൽ ഞങ്ങൾ എന്തിനാ വിളിച്ചു വരുത്തിയേ? ആന്ന് പറ. എടി, ആ ഉമ്മ അവിടെ ഒറ്റയ്ക്കാണ്. നീ ഒന്ന് അവിടെ കൂടെ പോയിരിക്കേ. ഇവിടെ ഒന്നുമില്ല. നീ വെറുതെ മനുഷ്യരെ പ്രാന്ത് പിടിപ്പിക്കാതെ. നീയൊക്കെ ഇവിടെ എന്താ ചെയ്യണേന്ന് എനിക്ക് നന്നായി അറിയാം. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? അതെനിക്ക് അറിഞ്ഞേ വെക്കത്തുള്ളൂ. ആ, ഞാൻ ഒരാളെ കൊന്നു. മതിയോ? നീ ഒരാളെ കൊല്ലാൻ ഒന്ന് പോടക്ക. എടി, നീ ഒന്ന് അവളുടെ കൂടെ പോയിരിക്കേ പ്ലീസ്. ഒന്ന് പോ. രഞ്ജിത വന്നിരുന്നോ? ഇല്ല, ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നില്ല. സാറേ, ഈ സാരി കൊണ്ടുപോക്കോ. നോക്കട്ടെ, ആരെവിടെ നിന്ന് ഇറങ്ങാണ്? സാറേ, വണ്ടി അങ്ങോട്ട് മാറ്റിയിട്. കുറച്ച് അങ്ങോട്ട് മാറ്റിയിട് സാറേ. വണ്ടി മാറ്റിയിട്. കാറ് വരണം. എടാ, അതല്ല, എന്റെ ഭാര്യയെ കണ്ട അവളെ കാണുന്നില്ല. എനിക്കറിയാമല്ല. ചേട്ടൻ പോയി പോലീസ് കംപ്ലൈന്റ് ചെയ്യും. പുറയുന്ന വണ്ടി വരുന്നുണ്ട്. എനിക്ക് പണി. വണ്ടി സാറേ, അല്ലെങ്കിൽ തനിക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അയാൾ കള്ളം കുടിച്ച് വന്നിട്ട് എന്റെ നെഞ്ചത്ത് കയറി. ഞാൻ ചെയ്യാനാ സാറേ? നിങ്ങൾ ഇന്നത്തോണ്ട് അവസാനം. ഞാൻ തല്ലിയൊന്നുമില്ല. അയാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ആരുണ്ടാക്കിയാലും തല്ലാൻ പാടില്ലല്ലോ. ഇന്നത്തോണ്ട് അവസാനിക്കട്ടെ. ഞാൻ പോവാ. ആടാ, അയാൾ ഇവിടെ തന്നെ തിരിച്ചെത്തി. ഞാൻ നോക്കട്ടെ, എങ്ങടെ പോണേ നോക്കട്ടെ. ഞാൻ വിളിക്കാം. ആ, പ്രശ്നമാണ്, ആകെ പ്രശ്നമാണ്. അയാൾ CCTV റൂമിലേക്ക് കയറി. മൊത്തം പണിവാളുടെ ലക്ഷണം കേട്ടോ. താൻ എന്താണ് കാണിക്കുന്നത്? ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ. CCTV നോക്കിയിരുന്നു. താൻ കാണാൻ എന്റെ ജോലിയാണ് നഷ്ടപ്പെട്ടത്. പട്ടി പിടിച്ച മനുഷ്യൻ. തനിക്ക് കിർക്കാടോ?
താനോട് നിന്നേ. താൻ കാരണം പണിയോട് നഷ്ടപ്പെട്ടിട്ട് നിൽക്കുക. തന്നോട് പറഞ്ഞല്ലോ വണ്ടി ഒന്ന് മാറ്റിയിടും. താൻ ഇന്നലെ വണ്ടി മാറ്റിയിട്ടോ, എന്നിട്ട് എനിക്കിപ്പോ പണി കിട്ടേണ്ടി. നിങ്ങൾ എത്ര നേരം എവിടെയായിരുന്നു? അറിഞ്ഞിട്ടിപ്പോ എന്തിനാണ്? നമുക്ക് പിരിയാ, അതാ നല്ലത്. ഞാൻ വിചാരിച്ചാൽ മാത്രം നിങ്ങൾ നന്നാവൂല. നമുക്ക് പിരിയാ. അടി പിരിയ, നിന്നെക്കൊണ്ട് എനിക്ക് മതിയായിരിക്കാണ്. അതെ, പിരിയാൻ പറ്റുന്ന ഫ്രിഡ്ജിലിപ്പുണ്ട്. എടൊന്ന് പിടിച്ചോണ്ട് പോയടി സാധനത്തിന്. എന്റെ ഇടക്ക് ഓരോന്ന് കെട്ടിയെടുത്ത് പോയി. നിങ്ങൾ കാണിക്കണത് ശരിയല്ല കേട്ടോ. ആരെ കിടന്ന് തട്ടണേ? പോയി തുറക്കാൻ നോക്ക്. ഈ ശബ്ദം കേട്ടില്ല? ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ. എന്താ എന്താ ചേട്ടാ? എന്താ ഞാൻ വന്നപ്പോഴൊക്കെ തന്റെ ഭാര്യയാണ്. എവിടെ തന്റെ ഭാര്യ? വേണ്ട ചേട്ടാ, ഉണ്ടാക്കില്ല ചേട്ടാ. ചേട്ടാ വേണ്ട ചേട്ടാ, പ്രശ്നം ഉണ്ടാക്കില്ല ചേട്ടാ. ചേട്ടാ ഒന്ന് പറയട്ടെ. എനിക്കല്ലടാ ഭ്രാന്ത്, നിനക്കൊക്കെ ഭ്രാന്ത്, കാമഭ്രാന്ത്. എന്താടോ? നീ ചത്തില്ലേടി? ആരാടി? ലക്ഷ്മിയാ, UK. എന്റെ ശബ്ദം നിനക്ക് പരിചയമുണ്ടാവും, പക്ഷേ എന്റെ മുഖം അത് നീ ഇനി കാണില്ല.